ED ഇടപെട്ട അവസാനം ഇത് കുളവാക്കുന്നതിനാണ് പറയുന്നത്. കഴിഞ്ഞ കാലത്ത് ED അന്വേഷിച്ചതൊന്നും പുറത്തു വന്നിട്ടില്ല. സ്വർണ്ണ കള്ളക്കടത്ത് ആവിയായിപ്പോയി. മറ്റ് പല കേസുകളും ഗവൺമെൻറ്റിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായിട്ടുള്ള പല കേസുകളും ആവിയായിപ്പോയി. അപ്പം അവരെ രക്ഷിക്കാൻ വേണ്ടിയാണോ ED വന്നത് എന്നുള്ള സംശയം സ്വാഭാവികമായും ആളുകളുടെ മനസ്സിലുണ്ട്. കാരണം മുൻകാല അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതായാലും യഥാർത്ഥ പ്രതികളെ മുഴുവൻ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നേ മതിയാവും. മറ്റൊന്നേ, ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ ക്യാമ്പയിനാണ് CPM നടത്തുന്നത്. CPMന്റെ ഒരു മന്ത്രി വി അബ്ദുറഹ്മാൻ, ഒരു MLA ദലീമ ജോജോ, ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടി പങ്കെടുക്കുകയാണ്. ഇത് ഇവരുടെ ഈ നിലപാടിൽ ഇരട്ടത്താപ്പുണ്ടോ? ഇവർക്ക് ഒരു നിലപാടുമില്ല. ഇവര് 2 വോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടുക എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹ്മാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല ഒരു MLA അവരുടെ യോഗത്തിൽ പങ്കെടുത്തു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അപ്പം ഇന്ന് വരെ CPM പറഞ്ഞതിനകത്തൊന്നും ഒരു ആത്മാർത്ഥതയില്ല എന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരുമായി ഏറ്റവും കൂടുതൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കക്ഷി CPM ആണ്. 4 പതിറ്റാണ്ട് കാലത്തെ ബന്ധം അവരുമായിട്ടുണ്ട്. ഒരു സംശയവും വേണ്ട. ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നല്ല ബന്ധമാണ് അവർക്കുള്ളതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവല്ലേ സംസ്ഥാനത്തെ ഒരു മന്ത്രി ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാക്കന്മാരുമായി വേദി പങ്കെടുന്നു, ഒരു MLA വേദി പങ്കെടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ CPM ഇതെല്ലാം കള്ളക്കളി നടത്തി. രമേശ് ചെന്നിത്തലയാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തത്സമയ സംസാരിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്.